എന്നാലും നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ വീണ്ടും പോകാം. ആ തെരച്ചിൽ അവിടെ നടക്കുന്നതിന് കൂടുതൽ മാൽപ്പയും സംഘവും ഇപ്പോൾ ആ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെ മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം. വെള്ളത്തിന്റെ നിറം കുറച്ച് മാറിയിട്ടുണ്ട്, കലക്ക് വെള്ളമാണ്. പക്ഷേ അത് തെരച്ചിലിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ആ മാൽപ്പ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. എന്തായാലും നേവിയുടെ സംഘം ഇപ്പോഴും ആ സോണാർ പരിശോധന അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സാഹചര്യം ഏതാണ്, എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്ന ഒരു പരിശോധന നടത്തുന്നത്. അത് പൂർത്തിയായാലുടൻ ഈ മുങ്ങൽ വിദഗ്ധർ താഴേക്ക് പോകും. അത് കഴിഞ്ഞ് ആ മരം, അവിടെ ഒരുപാട് മരങ്ങളുണ്ട്, അത് നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിൽ തന്നെ കണ്ടെത്തിയതാണ്. ആ മരം പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള വസ്തു കിട്ടുക, അതല്ല ഏതെങ്കിലും ആളുകളുടെ കാണാതെ ആളുകളെ ആ മരത്തിന്റെ ഇടയ്ക്കോ മറ്റോ കണ്ടെത്താൻ സാധിക്കുമോ, ഇതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും സമയമൊട്ടും കളയാനില്ല. ഏതെങ്കിലും തരത്തിൽ പുതിയ യന്ത്രം എത്തിക്കുന്നതുവരെ കാത്തിരിക്കാൻ തയ്യാറല്ല. അതിനു മുമ്പ് തന്നെ പരമാവധി സൗകര്യങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുമായി നേവി കൃത്യമായ രാവിലെ തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. മാൽപ്പിയും അദ്ദേഹവും രാവിലെ തന്നെ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. തിരച്ചിലിൽ കുടുംബം തൃപ്തരാണെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുമുള്ളത്. അപർണ, ബൈജു, അതായത് ലോറി അവിടെ തന്നെ ഉണ്ട്, ലോറിയുടെ സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പുറത്തെത്തിക്കാൻ കഴിയുമോ, അതിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലുള്ള ചോദ്യമാണ്. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുകയാണ്. അപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെളിവ് ലഭിച്ചു എന്നുള്ളതാണ്. അത് ഈ ലോറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തു വന്ന ഈ കയറടക്കമുള്ള അല്ലെങ്കിൽ ജാക്കി അടക്കമുള്ള അതിനപ്പുറത്തേക്ക് നിർണായകമായിട്ടുള്ള തെളിവ്, കൃത്യം ഈ പരിശോധന നടത്തുന്ന സ്ഥലത്ത് തന്നെ ലോറിയുണ്ട് എന്ന തരത്തിലുള്ള കൃത്യമായ തെളിവ് ലഭിച്ചു എന്ന് തന്നെയായിരുന്നു ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. തീർച്ചയായും അത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിന് സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. അതിനായാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ നേവിയുടെ തിരച്ചിലിൽ ഒരു പക്ഷേ അതിന്റെ സൂചനകളൊക്കെ നമുക്ക് ലഭിച്ചേക്കാം. ഏതായാലും ക്രെയിൻ ഉൾപ്പെടെ സംവിധാനങ്ങൾ വരാനുണ്ട്. എന്നാൽ മാത്രമേ ഈ മരങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ പറ്റൂ. അത്തരം സംവിധാനങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. 11 മണിയോടുകൂടി തന്നെ ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ എത്തും. അതുകൂടി എത്തിയാൽ മാത്രമേ അതിനൊരു വ്യക്തത വരൂ. എന്നാൽ ഔദ്യോഗികമായി തന്നെ ഒരു സ്ഥിരീകരണം അതിന് ലഭിക്കേണ്ടതുണ്ട്. ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് മുഴുവൻ സംഘാംഗങ്ങളും, അതായത് നേവിക്ക് പുറമെ ഈശ്വർ മൽപ്പെ, ഒപ്പം SDRF, NDRF ഒക്കെ ആ സംഘങ്ങളൊക്കെ ഉള്ളത് ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ ദിവസം നേവിക്ക് നിർണായകമായ വിവരങ്ങൾ കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് ഇന്നലെ സ്വാതന്ത്ര്യദിന പരേഡുമായി ബന്ധപ്പെട്ട് നേവിക്ക് തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ആ സംഘം എത്തി അതേ പ്രദേശം, കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത അതേ പ്രദേശം, അവിടെയാണ് തെരച്ചിൽ നടത്തുന്നത്. ഒരു പക്ഷേ നിർണായകമായ വിവരങ്ങൾ ഇനി ലോറിക്ക് പുറത്താണ് അർജുനുണ്ടെങ്കിൽ അത് അത്തരത്തിൽ മരങ്ങൾക്കിടയിലോ മറ്റോ ഏതെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണോ ഉള്ളത്, എന്തായാലും ഏത് അവസ്ഥയിലായിരിക്കും നമുക്ക് ഇനി കാണാൻ പറ്റുക അല്ലെങ്കിൽ തിരിച്ചു കിട്ടുക അർജുൻ ഉൾപ്പെടെയുള്ളവരെ എന്നത് വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ അതിന് ഉത്തരം കിട്ടിയേക്കാം. എന്തായാലും 30ാം ദിവസവും ആ ചോദ്യം അർജുൻ കാണാമറയത്ത് തന്നെയാണ്. അതിനായുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ ഇവിടെ നടക്കുന്നു. അപർണ, ബൈജു, അപ്പോൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലെ തെരച്ചിലുകൾ ദൌത്യത്തെ ഏത് തരത്തിലാണ് വേർതിരിക്കേണ്ടത്? ഈ പറഞ്ഞ പോലെ ജിതിൻ പറയുന്നത് ഡ്രഡ്ജർ എത്തിക്കും, അതിന് തർക്കമുണ്ടാവുകയില്ല, ആശയക്കുഴപ്പമില്ല, ആ ഒരു ഉറപ്പ് തന്നെയാണ് അർജുന്റെ കുടുംബം നിൽക്കുന്നത്. അപ്പൊ തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഡ്രഡ്ജർ എത്തുകയാണെങ്കിൽ അതുവരെയുള്ള ദിവസങ്ങൾ, ഇന്ന് വെള്ളി, ശനി, ഞായർ 3, തിങ്കളാഴ്ച അടക്കം 4 ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള തെരച്ചിൽ, നേവി അടക്കം, ഈശ്വർ മൽപ്പയുടെ സംഘം അടക്കം, SDRF എല്ലാം അടക്കമുള്ളവരുടെ തെരച്ചിൽ അതല്ലാതെ തുടരുക, ക്രെയിൻ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുക, അതിനുശേഷം ഡ്രഡ്ജർ മാത്രമായിട്ടുള്ള ഒരു തെരച്ചിൽ തുടരുക. അത്രയും ദിവസത്തേക്ക് ഈ രക്ഷാദൌത്യം നീട്ടിക്കൊണ്ടുപോകും കർണാടക ഭരണകൂടം എന്ന് കൂടി സ്ഥിരീകരിക്കാമോ ഇപ്പോൾ? തീർച്ചയായും അപർണ, ഏതെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കില്ല. ഡ്രഡ്ജറിനായി കാത്തിരിപ്പിന് വേണ്ടി ഇത്തരത്തിൽ നിർത്തിവെക്കില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം കാർവാർ MLA ഉൾപ്പെടെ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് രാവിലെ തന്നെ കാണാം എല്ലാ സംഘാംഗങ്ങളും ഇനി ഡ്രഡ്ജർ എത്തിയാൽ തന്നെ ഈ ഇവിടെ അടിഞ്ഞുകൂടി കൊടുക്കുന്ന മൺകൂനകൾ അത് നീക്കം ചെയ്യുക, അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് പരിശോധിക്കുക. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള മരങ്ങളൊക്കെ ഈ പുഴയുടെ ഇവിടെ പതിച്ചിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ലോറിയിലെ അരികിലേക്ക് എത്താൻ പറ്റും. അതിനിടയിലും ഇത്തരത്തിൽ ഏതെങ്കിലും കാരണവശാൽ ലോറിക്ക് പുറത്ത് തെറിച്ചു വീഴുകയോ മറ്റോ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ പരിശോധന കൂടി ഇപ്പോൾ നടത്തുക, അതുകൂടി ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ദൌത്യ സംഘത്തിന്റെ
ലക്ഷ്യം. അതിനായുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം കളയാനില്ല, പരമാവധി തെരച്ചിൽ നടത്തുക. ഡ്രഡ്ജർ കൂടി എത്തുന്നതോടുകൂടി പ്രധാനമായും ഈ കുറച്ചും കൂടി ദുഷ്കരമായ തെരച്ചിലുകൾക്ക് അത് പരിഹാരമാകും. ആ മൺകൂന അവിടെ ഏതെങ്കിലും തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇപ്പോൾ എത്താൻ സാധിക്കുന്നില്ല. അത്രത്തോളം വലിയ മരങ്ങളും ഈ ടവറിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യ സാധ്യമല്ല എന്ന് തന്നെയാണ് ആ ഭാഗത്തേക്ക് ഇപ്പോൾ പറയുന്നത്. നേവി ഇന്നലെ ഒരു ശ്രമം കഴിഞ്ഞ ദിവസം അവിടെ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് നേവിക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ പരമാവധി ഏതൊക്കെ സ്ഥലങ്ങളിൽ സാധ്യത ആ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക. സോണാർ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേവിയുടെ മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. പക്ഷേ അതേസമയം മാൽപ്പെ അവർ ഇപ്പോൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയൊരു ദൌത്യമാണ് മാൽപ്പെ ഏറ്റെടുത്തത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്തരത്തിൽ ദുഷ്കരമായ ഒരു പ്രവൃത്തി, ആ പുഴയിൽ നിന്നും ലോറി കരക്കെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. കാർവാറിൽ നിന്നുള്ള കാളി നദിക്ക് കുറുകെയുള്ള ആ പാലം തകർന്ന് പുഴയിലേക്ക് ഒഴുക്കിൽപ്പെട്ട ആ ലോറി അത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം വീണ്ടും ഇവിടേക്ക് ഇന്ന് രാവിലെ തന്നെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് അദ്ദേഹവും വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവച്ചത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ലോറി കൃത്യമായി കണ്ടെത്താൻ സാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കൊണ്ടുവരുന്ന ക്രെയിനും മറ്റും ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാൻ പറ്റും. ഡ്രഡ്ജർ ഒരു സംവിധാനം ഇത് ഇപ്പോൾ നടക്കുന്ന സംവിധാനങ്ങൾ വിജയം കണ്ടില്ലെങ്കിൽ മാത്രമാണ് ഡ്രഡ്ജർ എന്ന ഒരു ആശയത്തിലേക്ക് പോവുക. അതുകൊണ്ട് ഡ്രഡ്ജറിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ദൌത്യസംഘം പറയുന്നത്. അതുകൂടി വന്നാൽ തിരച്ചിൽ കുറച്ച് വേഗത്തിലാകും. പക്ഷേ അത് ഇനിയും സമയമെടുക്കും. 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഡ്രഡ്ജർ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണോ നേരത്തെ തെരച്ചിൽ നടത്തിയത് അതേ രീതിയിലുള്ള തെരച്ചിൽ ഏതെങ്കിലും വസ്തുക്കൾ, ലോറിയുടെ വസ്തുക്കളോ മറ്റോ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത്. എന്തായാലും ആ രീതിയിലുള്ള തെരച്ചിലാണ് അപർണ നടക്കുന്നത്. ഏതായാലും ഈ ക്രെയിൻ ഇവിടെ എത്തിക്കുന്നതിന്റെ ആ തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുമായി ജില്ലാ ഭരണകൂടം ആശയവിനിമയം നടത്തുന്നുണ്ട്, പോലീസുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏത് സ്ഥലത്താണ് ഇത് സ്ഥാപിക്കേണ്ടത്, ഏത് സ്ഥലത്താണ് ഈ ക്രെയിൻ വെച്ച് തെരച്ചിൽ നടത്തേണ്ടത് എന്നൊക്കെയുള്ള സാധ്യതയാണ് നോക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇതേ സംഘമാണ് ഈ കഴിഞ്ഞ ദിവസം കാർവാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലോറി കരക്കെടുത്ത ആ സംഘം വലിയ തോതിൽ ഇത്തരത്തിൽ ദുഷ്കരമായ പ്രവൃത്തികൾ ഏറ്റെടുത്ത ഒരു സംഘമാണ്. പക്ഷേ അപ്പോഴും ഈ ലോറി കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ. ആ സംഘമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളവർ. പോലീസുമായും അതുപോലെ തന്നെ പുഴയിലേക്ക് എത്തി ആ പരിശോധനയും തെരച്ചിലും നടത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. നേരത്തെ ഉണ്ടായ രീതിയിൽ ഏതെങ്കിലും മന്ദഗതിയിലല്ല, കൃത്യമായ സമയം പാലിച്ചുകൊണ്ട് തന്നെ 11 മണിയോടുകൂടി ക്രെയിൻ എത്തുമെന്നാണ് പറഞ്ഞത്. അവരുടെ തൊഴിലാളികൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ക്രെയിനും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഇവിടെ എത്തുമായിരിക്കും. എവിടെയാണ് ക്രെയിൻ സ്ഥാപിക്കേണ്ടത്, ഏത് രീതിയിലാണ് ക്രെയിനിനെ സ്ഥാപിക്കേണ്ടെന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. അവരുടെ തൊഴിലാളികളെല്ലാം എത്തിക്കഴിഞ്ഞു. അവർ ഇനി ആ ക്രെയിൻ വെച്ച് എത്രത്തോളം മരങ്ങളും ഉൾപ്പെടെയുള്ള ഈ വസ്തുക്കൾ ഈ പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടോ അവ വലിച്ച് ആദ്യം മുകളിൽ കയറ്റും. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാളെ കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഏതായാലും വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെ ഇന്നും ആ രീതിയിൽ തന്നെയാണ് ശിരൂരിലെ തെരച്ചിൽ തുടരുന്നത്. അപർണ, കെ വി ബൈജു വിവരങ്ങൾ നൽകിയത്. ശിരൂരിൽ നിന്ന് തത്സമയം ദൃശ്യങ്ങളാണ് കണ്ടത്.